Okay, dual nature of matter and radiation-ല DPP ഒരു 10 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഇതാണ് ആൻസർ. ഐൻസ്റ്റീൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് യൂസിങ്, ഇതാണ് ആൻസർ, മാക്സ് പ്ലാങ്ക്സ് quantum theory. Okay, അപ്പോൾ ക്വാണ്ടം തിയറി ഓൺലി. ഓക്കെ, വേവ് തിയറി വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ദറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ കമ്മിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓഫ് DPP. ഇതായിരുന്നു: ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് electrons are ejected from a metal if the incident light has a certain minimum frequency. Okay, ഒരു മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ വേണ്ട മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ദാറ്റ് മിനിമം ഫ്രീക്വൻസി ഈസ് നോൺ ആസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, ദ മിനിമം ഫ്രീക്വൻസി required for emission of electrons. Okay, the minimum frequency required for emission of electrons is called the threshold frequency. Okay, but your option is threshold frequency, B option answer. Okay, then third question: light of wavelength 3500 angstrom is incident on two metals A and B of work function 4.2 eV and metal B of work function 1.19 eV. The photoelectrons will be emitted by which metal? Okay, so the wavelength of incident light is equal to 3500 angstrom. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 3500 ആങ്സ്ട്രോം നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലാംഡയുടെ വാല്യൂ വെച്ചിട്ട് ഈ 3500 ആങ്സ്ട്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ 3500 ആങ്സ്ട്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? എനർജി ഇങ്ങനെ കണ്ടുപിടിക്കാം: E is equal to H into C by lambda അല്ലേ. ഇനി H into Cക്ക് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. H into C is 12375 ഇലക്ട്രോൺ വോൾട്ട് ആങ്സ്ട്രം ഡിവൈഡഡ് ബൈ 3500 ആങ്സ്ട്രം. ഓക്കെ, അപ്പോൾ നമുക്ക് H into Cക്ക് വരെ ഇങ്ങനെ ഒരു വാല്യൂ ഇട്ട് കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ താഴത്ത് വേവ് ലെങ്ത് ആങ്സ്ട്രത്തിലാണെങ്കിൽ സൗകര്യമാണ്, കാരണം ഇത് രണ്ടും തമ്മിൽ അങ്ങ് ക്യാൻസൽ ചെയ്ത് വെക്കോളും. കണ്ടോ, ഈ ആങ്സ്ട്രോം തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എന്ത് വരുന്നുണ്ട്? 12 ഓക്കെ 123.75 ഡിവൈഡഡ് ബൈ 35 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു, അത് ഡിവൈഡ് ചെയ്ത് നോക്കുക, ഇറ്റ് ഈസ് ഈക്വൽ ടു 2.37 eV. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ 2.37 eV. അപ്പോൾ നമ്മുടെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ 2.37 eV ആണ്. മെറ്റൽ എയുടെ കേസിൽ മെറ്റൽ എ എടുത്താൽ മെറ്റൽ എയുടെ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? മെറ്റൽ എയുടെ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്, അതായത് മെറ്റൽ എയിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജി ഈസ് 4.2 eV. ദെൻ മെറ്റൽ ബി എടുത്താൽ മെറ്റൽ ബിയുടെ വർക്ക് ഫങ്ഷൻ ഈസ് ഹൗ മച്ച്? 1.19 eV, 1.19 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ ഇൻസിഡൻ്റ് ലൈറ്റിൻ്റെ എനർജി ഈസ് ഓൺലി ഹൗ മച്ച്?
ഈസ് ഓൺലി 2.37 EV. പക്ഷേ മെറ്റൽ എയിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെങ്കിൽ 4.2 EV എനർജി വേണം. ഓക്കെ, അത്ര എനർജി ഇൻസിഡൻറ്റ് ലൈറ്റിന് ഇല്ല. അതുകൊണ്ട് എമിഷൻ ഈസ് നോട്ട് പോസിബിൾ വിത്ത് മെറ്റൽ എ. ബട്ട് വാട്ട് അബൌട്ട് മെറ്റൽ ബി? ഇഫ് യു ടേക്ക് ദ കേസ് ഓഫ് മെറ്റൽ ബി, the minimum energy required to emit electron from it is 1.19 EV. നമ്മുടെ ലൈറ്റിന് ഇതിനേക്കാളും കൂടുതൽ എനർജി ഉണ്ട്. സോ മെറ്റൽ ബിയിൽ നിന്ന് മാത്രമേ എമിഷൻ പോസിബിൾ ആയിട്ട് ഉള്ളൂ. മെറ്റൽ എയിൽ നിന്ന് ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഇതാണ്, മെറ്റൽ ബി. മെറ്റൽ ബി ആണ് ആൻസർ, ഓപ്ഷൻ ബി. മെറ്റൽ ബി ഈസ് ആൻസർ. ഓക്കെ ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രഷോൾഡ് വേവ് ലെങ്ത് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഫ്രം എ മെറ്റൽ സർഫസ് ഈസ് 5200 ആങ്സ്ട്രോം. Photo electrons will be emitted when the surface is illuminated with monochromatic radiation from which source? അപ്പോൾ നിങ്ങൾ നോക്കുക, അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് തന്നേക്കുന്ന ഇവിടെ ഇതാണ്, ത്രഷോൾഡ് വേവ് ലെങ്ത് ഇസ് ഗിവൺ. ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇസ് ദ മാക്സിമം വേവ് ലെങ്ത് റിക്വയർഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഓക്കെ, അപ്പോൾ ത്രഷോൾഡ് വേവ് ലെങ്ത് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത്. maximum wavelength required for photoelectric emission is known as the threshold wavelength. Threshold frequency എന്തായിരുന്നു? മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്താ, വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ വേവ് ലെങ്ത് മാക്സിമം ആകുമ്പോൾ ഫ്രീക്വൻസീസ് മിനിമം. ഓക്കെ, അതായത് ഈ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കൂടിയ വേവ് ലെങ്ത് ആണ് ത്രഷോൾഡ് വേവ് ലെങ്ത്. ഇസ് ഗിവൺ ആസ് ഈക്വൽ ടു, ലെറ്റ് മീ ലുക്ക് ദ വാല്യൂസ്, ഇസ് ഗിവൺ ആസ് ഈക്വൽ ടു 5200 ആങ്സ്ട്രോം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യിക്കുന്ന പരമാവധി വേവ് ലെങ്ത്. അപ്പോൾ വേവ് ലെങ്ത് ഇതിനേക്കാളും ഓക്കെ, മാക്സിമം വേവ് ലെങ്ത് റിക്വയർഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ദിസ് മച്ച്, 5200 ആങ്സ്ട്രോം. ഓക്കെ, അത് ഏറ്റവും വലിയ വാല്യൂ ആണ്. അപ്പോൾ വേവ് ലെങ്ത് ഇതിനേക്കാളും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അവിടെ നിന്ന് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ 5200 ആങ്സ്ട്രോം വരെ വേവ് ലെങ്ത് വരെ മാത്രമേ ഇലക്ട്രോൺസ് എമിഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വേവ് ലെങ്ത് ഇസ് ഗ്രേറ്റർ ദാൻ ദിസ് വൺ, നോ എമിഷൻ ഈസ് പോസിബിൾ. അതാണ് ത്രഷോൾഡ് വേവ് ലെങ്തിൻ്റെ പ്രത്യേകത. ഈ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വൺ, ഗ്രേറ്റർ ആണെങ്കിൽ നോ എമിഷൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആകുന്ന പരമാവധി വേവ് ലെങ്ത് ആണ് 5200 ആങ്സ്ട്രോം. അപ്പോൾ ഇഫ് ലാംഡ ഈസ് ലെസ് ദാൻ ദിസ് വൺ, ലാംഡ 0, then there will be emission. ഇപ്പോൾ ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും പരമാവധി മാക്സിമം വേവ് ലെങ്ത് ആണ് 5200 ആങ്സ്ട്രോം. അപ്പോൾ നമുക്ക് അവിടെ തന്നേക്കുന്നത് IR ഉണ്ട്, UV ഉണ്ട്. ഓക്കെ, അതിനകത്ത് തന്നെ ശരിക്കും വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഓക്കെ, വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വരുന്നത്, വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വരുന്നത് 7000 ആങ്സ്ട്രോം, 7000 ആങ്സ്ട്രോം ടു 4000 ആങ്സ്ട്രോം. ഇതാണ് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. UV ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 4000 ആങ്സ്ട്രോം ടു ഇവിടം വരെ, 4000 to 10 ആങ്സ്ട്രോം വരെ. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്കിവിടെ IRൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ വിസിബിളിനേക്കാളും മുകളിലായിരിക്കും. ഓക്കെ, അപ്പോൾ IRൻ്റെത് എബോവ് IR റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ IRൻ്റെ വേവ് ലെങ്ത് വിൽ ബി എബോവ് ദിസ് വൺ, 7000 ആങ്സ്ട്രോം. ഓക്കെ, പക്ഷെ നമുക്ക്
ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വേവ് ലെങ്ത് ഈസ് ഓൺലി ഹൗ മച്ച് 5200 ആങ്സ്ട്രോം. ഓക്കെ, അപ്പോൾ മാക്സിമം വേവ് ലെങ്ത് ഈസ് ഓൺലി 5200 ആങ്സ്ട്രോം. അതിനേക്കാളും മുകളിലൊരു വേവ് ലെങ്ത് കൊണ്ട് എമിഷൻ ഒരിക്കലും പോസിബിൾ അല്ല. അതിനേക്കാളും താഴെയുള്ള വേവ് ലെങ്ത് കാരണം മാത്രമേ എമിഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഓക്കെ, നമുക്ക് തന്നേക്കുന്ന വേവ് ലെങ്ത് കണ്ടോ 5200. അത് ഏത് റേഞ്ചിൽ വരും? 5200 ഈസ് കമ്മിങ് ഇൻ ദിസ് റീജിയൻ ഉണ്ടോ, വിസിബിൾ ലൈറ്റിൽ വരും. ഓക്കെ, അതിനേക്കാളും താഴെയുള്ളത് കാരണം മാത്രമേ, ഒന്നെങ്കിൽ 5200 അല്ലെങ്കിൽ അതിനേക്കാളും താഴെയുള്ള ലൈറ്റ്, വേവ് ലെങ്തുള്ള ലൈറ്റ്, അത് കാരണം എമിഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ IR വെച്ച് പോസിബിൾ അല്ല. 5200 മുകളിൽ വേവ് ലെങ്ത് ഉള്ള വിസിബിളിലും വെച്ച് പറ്റില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഏത് വെച്ചേ പോസിബിൾ ആവുള്ളൂ? വിത്ത് ദിസ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അതിൻ്റെ പവർ നമുക്കവിടെ പ്രശ്നമല്ല. എത്ര പവർ വേണമെങ്കിലും ആകാം. ഇറ്റ് ക്യാൻ ഹാവ് എനി പവർ. ഓക്കെ, പവർ അവിടെ ഒരു പ്രോബ്ലം അല്ല. ഓക്കെ, അപ്പോൾ എത്ര പവറാണെങ്കിലും UV വെച്ച് മാത്രമേ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആൻസർ ഇതാണ്, 50 വാട്ട് UV ലാമ്പ് ആൻസർ. ഓക്കെ, 50 വാട്ട് UV ലാമ്പ് ഈസ് ദ ആൻസർ. ഓക്കെ, അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വേവ് ലെങ്ത് ആണ് ത്രഷോൾഡ് വേവ് ലെങ്ത്. ആ ത്രഷോൾഡ് വേവ് ലെങ്ത് ആണ് 5200. അപ്പോൾ 5200 വരെ മാത്രമേ എമിഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അതിനേക്കാളും മുകളിൽ വേവ് ലെങ്തുള്ള ലൈറ്റ് വെച്ച് എമിഷൻ പോസിബിൾ അല്ല. പരമാവധി 5200 വരെ പറ്റുള്ളൂ. അപ്പോൾ 5200 വെച്ച് പറ്റും, അതിനേക്കാളും താഴെയുള്ളതും വെച്ച് പറ്റും. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസർ. Then coming to the next question, a 5 watt source emit monochromatic light of wavelength 5000 angstrom. When placed 0.5 meter away, it liberate photoelectrons from a photosensitive metallic surface. When the source is moved to a distance of 1 meter, the number of photoelectrons liberated will be reduced by a factor of. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. നമ്മുടെ ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ പറയുന്നുണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഉണ്ടോ, ഇതാണ് N/T. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം, ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/d², where d is the distance between the metal surface and the source. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ എങ്ങനെ വരും? N/T is proportional to 1/d² എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണ് N/T. N/T is proportional to 1/d² എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിത് റേഷ്യോ എടുക്കുമ്പോൾ N/T in first case by N/T in second case is equal to d2² by d1². ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് അത്. d2/d1 the whole square. ഓക്കെ, സോ യു ഹാവ് d2. സെക്കൻഡ് കേസിലെ ഡിസ്റ്റൻസ് എത്രയാണ്? സെക്കൻഡ് കേസിലെ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. ഫസ്റ്റ് കേസിലേത് 0.5 മീറ്ററും the whole square. ഓക്കെ, so N/2 in first case by N/T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1/0.5 എന്ന് പറഞ്ഞാൽ 2² 4. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ N/T in second case is equal to N/T in first case by 4. അപ്പോൾ ആൻസർ എന്ത് വരുന്നു? റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ 4. ഡി ഓപ്ഷൻ ആൻസർ. ഓക്കെ, ഇപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ക്ലാരിറ്റിയിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനിത് ശരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്രദമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാനിത് ഇടുന്നത്. ഓക്കെ, വേറൊന്നിനല്ല, നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സംശയം ഉണ്ടെങ്കിൽ നോക്കുക. വാട്സപ്പ് വഴി ഇത് ചെയ്തു തരാൻ ആയിട്ട് ഇത്രയും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇവിടെ ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ 5 വാട്ട് സോഴ്സ് എന്ന് പറയുന്നുണ്ട്. ആ സോഴ്സിൻ്റെ പവറിന് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ റിലവൻസ് ഒന്നും തന്നെ ഇല്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 300 നാനോമീറ്റർ falls on a photoelectric emitter, photoelectrons are emitted. For another emitter, however, light of 600 nanometer wavelength is sufficient for creating photo emissions. What is the ratio of work function of the two emitters? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ ത്രെഷോൾഡ് വേവ് ലെങ്ത് ആണ് തന്നേക്കുന്നത്. അതായത് ദ മാക്സിമം വേവ് ലെങ്ത് റിക്വയർഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അത് തന്നിട്ടുണ്ട്. അത് 300 നാനോമീറ്റർ. സെക്കൻഡ് കേസിലേത് lambda 02, that is the threshold wavelength required in the for the second case, second metal, അത് 600 നാനോമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് വർക്ക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഇതാണ്. W0 ഈസ് ഈക്വൽ ടു H ന്യൂ സീറോ. ന്യൂ സീറോ ഈസ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി, ദറ്റ് ഈസ് H ഇൻറ്റു ന്യൂ സീറോ ഈസ് C/λ0. ഓക്കെ, അപ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ W0 in first case by W0 in second case is equal to HC/λ01 by HC/λ02, that is equal to λ02 by λ01. This λ02 600 by 300, അത് 2 എന്ന് വരും. അപ്പോൾ ആൻസർ 2:1 ആണ്. ഓക്കെ, അപ്പോൾ λ01 by λ02 അത് 2:1 എന്ന് ആണ് ആൻസർ കിട്ടുന്നത്. ദെൻ ഇത് ക്വസ്റ്റ്യൻ നമ്പർ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിരുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, the work function of a substance is 4 electron volt. The longest wavelength of light that can cause photoelectric emission from the substance is approximately. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വർക്ക് ഫംഗ്ഷനാണ്. വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 4 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ മിനിമം എനർജി റിക്വയർഡ് ഫോർ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് 4 ഇലക്ട്രോൺ വോൾട്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് റിക്വയർഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വിച്ച് ഈസ് എ ത്രഷോൾഡ് വേവ് ലെങ്ത്. എങ്ങനെ കണ്ടുപിടിക്കാം? W0 ഈസ് ഈക്വൽ H ഇൻറ്റു C/λ0. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് λ0 ആണ്. അപ്പോൾ λ0 ഈസ് ഈക്വൽ ടു H ഇൻറ്റു C/W0. H ഇൻറ്റു സിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, 12375 ഇലക്ട്രോൺ വോൾട്ട് ആംഗ്സ്ട്രോം ഡിവൈഡഡ് ബൈ W0 ഈസ് 4 eV. ഓക്കെ, അപ്പോൾ 12375 by 4 ആംഗ്സ്ട്രോം എന്ന് വരും. ഓക്കെ, സോ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 3093.75 ആംഗ്സ്ട്രോം ആണ്. 3093.75 ആംഗ്സ്ട്രോം. അത് നമുക്ക് നാനോയിലാക്കുമ്പോൾ ഏകദേശം 309.3 നാനോമീറ്റർ എന്ന് വരും. അപ്പോൾ 310 നാനോമീറ്റർ എന്ന ആൻസർ നിങ്ങൾക്ക് അവിടെ എടുക്കാവുന്നതാണ്. യു ക്യാൻ ചൂസ് ദാറ്റ് ആൻസർ. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ. One more question is remaining. Okay, one more question from DPP number 1. DPP 1-ൻ്റെ സൊല്യൂഷനാണ് ഇടുന്നത്. When yellow light is incident on the surface, no electrons are emitted, while green light can emit electrons. If red light is incident on the surface, then what will happen? നമുക്കിപ്പോൾ വിസിബിൾ ആയിട്ട് 7 കളേഴ്സ്. ഓക്കെ, ഇന്നത്തെ ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ളതാണ്, ഹയസ്റ്റ് ഫ്രീക്വൻസിയും ഹയസ്റ്റ് എനർജി ഉള്ള കളറാണ് വയലറ്റ്. റെഡ് ആണെങ്കിൽ റെഡിന് ലോവസ്റ്റ് ഫ്രീക്വൻസി ആൻഡ് ലീസ്റ്റ് എനർജി ഉള്ളതാണ് റെഡ്.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് യെല്ലോ വെച്ച് എമിഷൻ പോസിബിൾ ആണ് എന്നല്ല പറയുന്നത്, യെല്ലോ വെച്ച് എമിഷൻ പോസിബിൾ ആണ്. ഓക്കെ, യെല്ലോ ലൈറ്റിൽ വെച്ച് എമിഷൻ പോസിബിൾ ആണ്. പക്ഷേ വൈൽ ഗ്രീൻ യെല്ലോ വെച്ച് എമിഷൻ പോസിബിൾ അല്ല, യെല്ലോ വെച്ച് നോ എമിഷൻ. പക്ഷേ എല്ലാക്കാനും എനർജി കൂടിയ ഗ്രീൻ വെച്ച് എമിഷൻ ഈസ് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നോക്കേണ്ടത് റെഡ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ യെല്ലോ വെച്ച് എമിഷൻ പോസിബിൾ അല്ല, അതായത് യെല്ലോ ലൈറ്റിൻ്റെ എനർജി ആ മെറ്റലിൻ്റെ ത്രഷോൾഡ് എനർജിനേക്കാളും കുറവാണ്. അപ്പോൾ യെല്ലോനേക്കാൾ എനർജി കുറവുള്ള ഓറഞ്ച് വെച്ചും റെഡ് വെച്ചും ഒന്നും എമിഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ റെഡ് വെച്ച് എമിഷൻ പോസിബിൾ അല്ല, അതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് DPP ആണ്. ഇതൊരു സക്സസ് ആവുകയാണെങ്കിൽ, നിങ്ങൾക്കിത് മനസ്സിലാക്കി ആവുകയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ ചെയ്തിടാം.